യുക്തിവാദം ധാർമ്മിക നിരാസത്തിന് കാരണമാണെന്ന് പ്രശസ്ത മനഃശാസ്ത്ര മോട്ടിവേറ്റർ ആസിഫ് പുന്നപ്ര അഭിപ്രായപ്പെട്ടു. കുറ്റിത്തെരുവ് മഖാം ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. യുക്തിവാദം ധാർമ്മിക നിരാസത്തിന് കാരണമാകുന്നുണ്ടെന്ന് പ്രശസ്ത മനഃശാസ്ത്ര മോട്ടിവേറ്റർ ആസിഫ് പുന്നപ്ര അഭിപ്രായപ്പെട്ടു. കായംകുളം കുറ്റിത്തെരുവ് മഖാം ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ക്രമീകരണങ്ങൾ, നിങ്ങൾ ഇന്ന് കണ്ട പല പ്ലാനുകളും പദ്ധതികളും മാറ്റിവെച്ചിട്ടായിരിക്കും ഇന്ന് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ മിടുക്കന്മാരാണ്. പോയവർ അവരുടെ ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ്, അവർ കുഴപ്പക്കാരുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾ എന്ന് പറയുമ്പോൾ, യുവത്വം എന്ന് പറയുമ്പോൾ വല്ലാതെ ഒരു എനർജി ഉള്ള ഒരു കാലമാണ്. സ്വർണം എന്തിനും ചടുലമായി നമുക്ക് പ്രവർത്തന ഗോധയിൽ ഇറങ്ങാനായി കഴിയുന്ന ഒരു കാലമാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? സംഘടനകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? യുവാക്കളെയാണ്. അവർക്ക് പ്രായം ചെന്നവരെക്കാൾ കൂടുതൽ സംഘടനയുടെ, ഏത് സംഘടനകളാകട്ടെ, എല്ലാത്തിൻ്റെയും കാതലായി വർത്തിക്കുന്നത് യുവാക്കളാണ്. ഒരു മഹലിൻ്റെ ഏറ്റവും വലിയ വിഭവശേഷി എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കളിലാണ്, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ വിഭവശേഷി കിടക്കുന്നത് യുവാക്കളിലാണ്. ജ്ഞാനോന്മുഖമായ പുരോഗതി ഒരു നാട്ടിൽ ലക്ഷ്യമാക്കിയാൽ ആ നാട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യുവാക്കളിലാണ്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ യുവത്വം, ഞാൻ പറയാൻ മറന്നു ഒരു കാര്യമുണ്ട്, അതൊരു എനർജിയുടെ പ്രായമാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായം. പക്ഷെ ഇന്ന് നമ്മുടെ യുവത്വം കൃത്യമായ ഒരു ഫോക്കസ് ചെയ്ത രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. യുവാക്കളാണല്ലോ നമ്മൾ, കോളേജിൽ പഠിക്കുന്നവരാണല്ലോ നമ്മൾ, സംവദിക്കുന്നവരാണല്ലോ നമ്മൾ. എനിക്ക് നിങ്ങളിൽ നിന്ന് ഞാൻ കൂടുതൽ മറുപടികൾ ആഗ്രഹിക്കുന്നു. യുവത്വം ഇന്ന് കൃത്യമായ ഫോക്കസ് ചെയ്ത ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് യുവാക്കളായ നമുക്ക് പറയാൻ കഴിയും. ഒന്നെങ്കിൽ ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അൽ ബറക്കത്ത് അധ്യക്ഷനായി. ചീഫ് ഇമാം PKM ജലാലുദ്ദീൻ മദനി ഉദ്ഘാടനം നിർവഹിച്ചു. വഹാബ് റാഷിദി, നൌഷാദ് മുസ്ലിയാർ, അബ്ദുൽ ഖാദർ സക്കാഫി, ഹാമിദ്, അസീസ്, ജലാൽ, ഹുസൈൻ, ഷൈജു, ഷബീർ, ബിജു, ഫസിൽ റഹ്മാൻ, സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.